എടാ, നിന്നെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഈ വീടിനോ വീട്ടുകാർക്കോ ഉണ്ടായിട്ടുണ്ടോ? ഉള്ള സമയം മുഴുവൻ നീ നാട്ടുകാരെ സേവിച്ച് നടന്നിട്ടല്ലേ? എടാ, ആദ്യം സ്വന്തം കാര്യം നോക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ളവന്റെ ചോട് താങ്ങാൻ പോവാൻ. ഇപ്പോ നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ ഒരുത്തിനും ഉണ്ടായില്ലല്ലോ. അനുഭവിച്ചോ, തന്നെത്താൻ അനുഭവിച്ചോ. അളിയാ, നീ വേറൊന്നും വിചാരിക്കല്ലേ. കാര്യം നീ ഒരുപാട് സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലിടാം. അറിയാലോ ഞങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം തീരെ മോശമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. എടാ, എനിക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. പയ്യന് ഓസ്ട്രേലിയയിലാണ്. പിന്നെ നമ്മുടെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു. പക്ഷേ ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ നിൻ്റെ അവസ്ഥ ഇപ്പം തീരെ മോശമാണല്ലോ. ഇങ്ങനെയായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇത്രയൊക്കെ ആയിട്ട് മതിയായില്ലേ? ഇനി ബാക്കിയുള്ളവരെ സമാധാനം കളയാനാണ് നിങ്ങളുടെ പുറപ്പാട്. സാരില്ല ഏട്ടായി, സംഭവിക്കാനുള്ളത് സംഭവിച്ചില്ലേ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ശരിയാവും. ചേട്ടായി ധൈര്യമായിട്ടിരിക്കുക.